ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന പ്രിയ ജനമേ, ചരിത്രവും അനുഭവവും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സുരക്ഷാ പദ്ധതിക്കോ ഇൻഷുറൻസ് പോളിസിക്കോ ഒരു സുരക്ഷാ സംവിധാനത്തിനോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പൂർണ്ണമായി സുരക്ഷിതരാക്കാൻ കഴിയില്ല എന്നതാണ്. നിങ്ങൾക്ക് എല്ലാ സുരക്ഷാ നിയമങ്ങളും പാലിക്കാം, എല്ലാ മുൻകരുതലുകളും എടുക്കാം, വ്യായാമം ചെയ്യാം, നന്നായി ഭക്ഷണം കഴിക്കാം, എന്നിട്ടും കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകാം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിലേക്ക് സഹായത്തിനായി നോക്കേണ്ടത്. ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണ് 121 സങ്കീർത്തനം. ഇതൊരു യാത്രാ സങ്കീർത്തനമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും പലതും അനിശ്ചിതത്വത്തിന്റെ പ്രശ്നങ്ങളാണ്. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സങ്കീർത്തനം മനഃപ്പാഠമാക്കി വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലാവുന്നതാണ്. ദൈവത്തിൻ്റെ സഹായത്തെയും കരുതലിനെയും കുറിച്ച് 3 വലിയ സത്യങ്ങൾ സങ്കീർത്തനം 121 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1, സൃഷ്ടാവ് നിങ്ങളുടെ സഹായിയാണെന്നും. 2, ഇസ്രായേലിന്റെ ദൈവം നിങ്ങളുടെ സംരക്ഷകനാണെന്നും. 3, എല്ലാ ദോഷങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുമെന്നതും. ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിക്കാനും നമ്മുടെ ജീവിതത്തെ പരിപാലിക്കാനും പഠിക്കുമ്പോൾ നമുക്ക് ഈ സങ്കീർത്തനം 121 കൃത്യമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മുടെ ജീവിതം ചില സമയത്തൊക്കെ കുന്നുകളും മലകളും ഒക്കെ ആയിട്ടാണ് കിടക്കാറ്. നമ്മൾ കുഴപ്പത്തിലാകുന്ന സമയത്ത് നമ്മുടെ മുഖം എപ്പോഴും നമ്മൾ താഴ്ത്തി കെട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ നമ്മുടെ ശ്രദ്ധ മുഴുവനും നമ്മുടെ കഷ്ടതകളിലും താഴെയുള്ള എല്ലാ പ്രശ്നങ്ങളിലുമാണ്. അവ നമ്മെ കൂടുതൽ കൂടുതൽ അതിലേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ താഴേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? കുന്നുകൾ നമ്മൾ മുകളിലേക്ക് നോക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒരു പർവ്വതത്തിലേക്ക് നോക്കാൻ നിങ്ങൾ കണ്ണുകൾ ഉയർത്തണം, പക്ഷെ അത് അവിടെ കൊണ്ട് നിർത്തരുത്. നിങ്ങൾ വേണ്ടത്ര ഉയരത്തിലേക്ക് നോക്കുക. നമ്മളുടെ കുന്നുകളും മലകളും സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുത്തേക്ക് വരെ. അതുകൊണ്ട് ഇതിൽ ആശ്വാസം കണ്ടെത്തുക. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കാനും ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളിലും നന്മ തേടാനും പഠിക്കുക. ദൈവം നിങ്ങൾക്കായി കരുതുന്നു. നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും പറഞ്ഞുകൊണ്ട് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടങ്ങളിലും എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് സങ്കീർത്തനം 121 ആവർത്തിച്ച് ചൊല്ലി നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാവുന്നതാണ്. സങ്കീർത്തനം 121. കർത്താവ് എൻ്റെ കാവൽക്കാരൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും.